ഇന്നത്തെ തീം ഓഫ് ദ ഡേ എന്താണ് ഇന്ന് പ്രപഞ്ചം നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. വൾച്ചർ സ്പിരിറ്റ്, നത്തിങ് ഈസ് വേസ്റ്റഡ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ വൾച്ചർ എന്നൊരു ജീവി, അതായത് കഴുകൻ, നമ്മൾ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു അനിമലാണ്. പക്ഷേ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാക്ക, അതുപോലെ കഴുകൻ, ഇവരൊക്കെ നാച്ചുറലെ വേസ്റ്റ് അത് നീക്കം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട റോള് പരിസ്ഥിതി സംരക്ഷണത്തിൽ വഹിക്കുന്നവരാണ്. ഇതിന്റെ സൂചന എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ഒന്നും തന്നെ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഓരോന്നിനും പ്രകൃതിയിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്, അതിൻ്റെതായ റോളുണ്ട്. ഇതിൽ നിങ്ങൾക്കുള്ള സൂചന എന്താണെന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിച്ചാലും അതൊന്നും വെറുതെ ആവില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ മെൻ്റലി സ്ട്രോങ് ആയിട്ടുണ്ട്. അത് ജീവിതയാത്രയിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ആവശ്യം വരും. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാവുകയല്ല, അത് മറ്റൊന്നായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനാവശ്യമായി തോന്നാം. അത് എങ്ങനെ, നമ്മളുടെ ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നാം. അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ മറ്റൊന്നായി രൂപാന്തരപ്പെടുത്താൻ, അതിൽ നിന്ന് നമുക്ക് ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന രീതിയിൽ ചിന്തിക്കണം. നമുക്ക് നമ്മുടെ പാസ്റ്റിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല. നമ്മളെ തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതൊക്കെയാണ് വൾച്ചർ സ്പിരിറ്റിന്റെ പ്രധാന റിമൈൻഡേഴ്സ്. എന്ത് ദുഃഖമായാലും ദേഷ്യമായാലും അത് മനസ്സിൽ അടക്കി പിടിക്കാതെ അത് എക്സ്പ്രസ് ചെയ്യുക. ദുഃഖമാണെങ്കിൽ കരഞ്ഞു തീർക്കുക, ദേഷ്യമാണെങ്കിൽ ഒരുപക്ഷെ നടക്കാൻ പോവുക, അല്ലെങ്കിൽ അതിൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ദേഷ്യം കുറെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ പോവും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരു ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഒരു പക്ഷേ റിലേഷൻഷിപ്പിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ചെറിയ ക്യാരക്ടർ നിങ്ങളുടെ പാർട്ട്ണറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഒരു റിജക്റ്റഡ് ആയ ഫീലിംഗ്, ഒറ്റപ്പെട്ട ഫീലിംഗ് നമ്മളെ ചിലപ്പോൾ ഒരു പക്ഷേ തുടക്കത്തിൽ തളർത്തിയിട്ടുണ്ടാവും. നമ്മൾ പോരാത്തവരാണെന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഏകാന്തതയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അത് എന്ത് പ്രശ്നം വന്നാലും എന്ത് അപകടം വന്നാലും അത് തരണം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും. ഇനി എന്ത് ജീവിതത്തിൽ എന്ത് ഒറ്റപ്പെടൽ വന്നാലും നമ്മൾ പൊരുതി തന്നെ നിൽക്കും. അങ്ങനെ ഒരു ശക്തി നമുക്ക് വരും. അപ്പം നഷ്ടപ്പെട്ടതൊന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് വിശ്വസിക്കുക.